സാദിഖ് അലി തങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ന്റെയും പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. സാദിഖ് അലി തങ്ങൾ നമ്മളോട് സംസാരിക്കുകയാണ്. വേറെ കാര്യം വേണ്ടൊന്നുണ്ടായില്ല. അല്ല, അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്. UDF-ലാകുമ്പോൾ UDF വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. UDF ആ കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യും. ഇപ്പോൾ അയാൾ ഉയർത്തിപ്പിടിക്കുന്ന ആ പ്രശ്നത്തിൽ UDF-ന് എതിർപ്പൊന്നുമില്ല. കാരണം ഇപ്പോൾ വന നിയമത്തിലെ ഭേദഗതി കുറച്ച് സങ്കീർണമാണ്. അവിടെ ഒരു മനുഷ്യത്വപരമായിട്ട് സമീപനം ഉണ്ടായിരിക്കണം. കാരണം എന്താ വെച്ചാൽ ആ നിയമം നടത്തി വരുമ്പോൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ നിലക്കാണ് അൻവർ സമരം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അയാൾ ഉയർത്തുന്ന ആ പ്രശ്നങ്ങൾ, അപ്പോൾ പുതിയ വന നിയമ ഭേദഗതി അത് സർക്കാർ ഒന്നുകൂടി പുനരാലോചിക്കേണ്ടതുണ്ട്. അതിന് വരുന്ന സങ്കീർണതകൾ അത് പരിഹരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് സോഷ്യൽ ലൈഫിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അത് അദ്ദേഹം മാത്രമല്ല, അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നതെന്നാണ്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരണം. അപ്പോൾ അതിന് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അത് UDF ചെയ്യും. അത് UDF-ന്റെ കടമയാണല്ലോ. UDF ഇനിയും 10 വർഷമായപ്പോൾ അധികാരത്തിൽ വിട്ടു നിൽക്കുകയാണ്. ഇനിയും UDF-ന് അധികാരത്തിൽ വിട്ടു നിൽക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും UDF തീരുമാനിക്കും. അൻവർ എന്നുള്ള വിഷയം മാത്രമല്ലല്ലോ, UDF-നെ ശക്തിപ്പെടുത്തുന്നതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതെല്ലാം UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഈ വന്യമൃഗശല്യത്തിലെ ലീഗിന്റെ ഒരു സപ്പോർട്ട് ആവശ്യപ്പെട്ടോ ഇപ്പോൾ അൻവർ? അത് അൻവറിന്റെ ആവശ്യം മാത്രമല്ല, അത് ആ ഭാഗത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ മുഴുവൻ ആവശ്യമാണ്. അതിപ്പം വയനാട് മുതൽ തുടങ്ങുന്നത്, വയനാട് മുതൽ പിന്നെ നമ്മുടെ നിലമ്പൂർ, അതുപോലെ തന്നെ ഇടുക്കി തുടങ്ങി ഹൈറേഞ്ച് മേഖലയിൽ അവിടെയൊക്കെ ഈ വനനിയമത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ ഗവൺമെൻറ് കുറച്ചുകൂടി അവധാനത്തോടെ കാര്യങ്ങൾ പരിഗണിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അടുത്ത ഇലക്ഷനിൽ UDF-ന് ശക്തിപ്പെടേണ്ടതുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ UDF ചെയ്യും. ഓക്കെ, ശരി. വളരെ കരുതലോടുകൂടിയുള്ള പ്രതികരണമാണ് PV അൻവറിന്റെ കാര്യത്തിൽ പാണക്കാട് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പാണക്കാട്ടെത്തി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം വളരെ ഹ്രസ്വമായ കൂടിക്കാഴ്ചയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷം ഇപ്പോൾ ഉള്ള പ്രതികരണമാണ് കണ്ടത്. വളരെ കരുതലോട് കൂടിയുള്ളൊരു പ്രതികരണമാണ്. UDF-ആണ് അക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത്. അൻവർ മാത്രമല്ല, വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് പൊതുവിലുള്ള വലിയ ആശങ്കയാണ്. അത് അൻവർ മാത്രമല്ല ഉന്നയിക്കുന്നത്. അത് മലയോര മേഖലയിൽ ആകെ അത്തരം പ്രശ്നങ്ങളുണ്ട്. അവയൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട് ഒന്ന് തന്നെയാണ്. ആ പ്രശ്നം പരിഹരിക്കണം. അത് സങ്കീർണമായ വിഷയമാണ്. അൻവറിന്റെ കാര്യത്തിൽ UDF കൂട്ടായി തീരുമാനമെടുക്കും എന്നതാണ്. കോൺഗ്രസിന്റെ കൂടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് വിശദമായ ചർച്ചയ്ക്ക് ശേഷം പ്രഖ്യാപനം എന്ന നിലയ്ക്ക്